അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ചില ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ഫലമായി പ്രിയ കർത്തൃദാസൻ ജോബിൻ്റെ ഭവനാങ്കണത്തിൽ നമ്മുടെ അടൂർ സെൻട്രൽ ഇവാഞ്ചലിസം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു കൺവെൻഷൻ, ഏകദിന കൺവെൻഷൻ, മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിക്കുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് വളരെ മനോഹരമായ നിലയിൽ ലീഡ് ചെയ്തു വരുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസം ബോർഡിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സുജിത് ജോർജ് അവറുകൾ, ഇതിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ റെജി മാത്യു, കൂടാതെ അടൂർ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ ആത്മീയ സ്നേഹിതൻ കൂടെയായിരിക്കുന്ന പാസ്റ്റർ ജെ തോമസ് കുട്ടി അവർക്ക്, കർത്തൃ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുപ്രവർത്തകരായി ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ പാസ്റ്റർ ഡാനിയൽ തോമസ് അവർക്ക്, നമ്മുടെക്കാളൊക്കെ വളരെ സീനിയറായ കർത്താവിൻ്റെ ദാസൻ ചെറിയൂർക്കോട് ഇന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ സഹപ്രവർത്തകൻ, ഞങ്ങളുടെ സഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ പ്രഭാഷകനായിരിക്കുന്ന പാസ്റ്റർ ജോസ് സാമുവൽ അവർക്ക്, ഗാനശുശ്രൂഷയിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മീയ ശിഷ്യരായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ജോർജ് ജോൺ അവറുകൾ, തൻ്റെ സഹധർമ്മിണി പ്രിയ ജോൺസി കുഞ്ഞുങ്ങൾ, കുടശാട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സുബ്രഹ്മണ്യ അവറുകൾ, പോൾ സുബ്രഹ്മണ്യ, ആനന്ദപ്പള്ളിയിലെ ശുശ്രൂഷകനും അവിടുത്തെ ഒരു മെമ്പർ കൂടിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് അവറുകൾ, കൂടാതെ എനിക്ക് പ്രിയരായിരിക്കുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരും വിലപ്പെട്ടവരുമായ എല്ലാ ദൈവമക്കൾക്കും, ചാരത്തും ദൂരത്തും ശബ്ദപരിധിക്കുള്ളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുന്ന സുവിശേഷ തൽപരരായ എല്ലാ നാട്ടുകാർക്കും ദേശസ്നേഹികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും അറിയിക്കും. 1981 മണക്കാലയിൽ ഉള്ള എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട കോശി സാറ് 10 പായും ഒരു ഡ്രമ്മും ഒരു കമ്പും അതിൻ്റെ ഒരു കമ്പുമായി എന്നെ കൊണ്ടുവന്ന ആക്കിയ ഇടമാണ് ഈ അടൂർ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. സഭാശുശ്രൂഷയെ സംബന്ധിച്ച് ABC അറിഞ്ഞുകൂടാത്ത എന്നെ, അതും അടൂരൊരു സഭയുണ്ടാകണം, പ്രവർത്തനമുണ്ടാകണമെന്ന് കോയി സാർ ആഗ്രഹിച്ചിട്ട് തൻ്റെ ഉപ്പാപ്പൻ്റെ വീട് വാടകയ്ക്കെടുത്ത് ഹൈസ്കൂളിൻ്റെ തൊട്ട് പിറകിൽ, അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ തക്കോണമിടയായത്. അന്ന് മുതൽ ഇന്ന് വരെയും അടൂർ സഭയുടെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുകയും വിശിഷ്യ കുടുംബമായി ഞങ്ങളോടുള്ള സ്നേഹബന്ധം വച്ചു പുലർത്തുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായ ദൈവമക്കൾ പലരും ഇന്നെൻ്റെ മുമ്പിലുണ്ട്. ആരുടെയും പേര് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പേര് പറഞ്ഞാൽ ചിലത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. വളരെ ത്യാഗപൂർവമായ ഒരു പ്രവർത്തനമായിരുന്നു ആ കാലഘട്ടത്തിൽ. 81, 82, 83 ജൂൺ വരെയുള്ള സമയം ഈ ദേശത്ത് പാർത്ത് ഇവിടെയുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ച ആ നല്ല അനുഭവത്തെ ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. എൻ്റെ കൂടെ സുവിശേഷം അറിയിക്കാൻ ഇറങ്ങി വന്ന പല പ്രിയപ്പെട്ടു. അതിൽ നിത്യതയിൽ വിശ്രമിക്കുന്നവരുണ്ട്, ജീവനോടായിരിക്കുന്നവരുണ്ട്, കിടപ്പിലായിരിക്കുന്ന ഞങ്ങളുടെ കൈതേനെ അമ്മച്ചിയുണ്ട്. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും. അവിടെയൊക്കെ കൂട്ടായ പ്രവർത്തനവും ആത്മാർത്ഥമായ സഹകരണവും അവർ നൽകിയ പ്രോത്സാഹന നിമിത്തമാണ് അടൂരൊരു പ്രവർത്തനം
ആരംഭിക്കുവാനിടയായത്. കഴിഞ്ഞ 45 വർഷത്തെ അനുഭവം ഓർക്കുമ്പോൾ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ ഇത്ര വിജയകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുന്ന കാണുവാനിടയായതിൻ്റെ ഒരു പെറ്റമ്മ എന്ന നിലയിൽ എനിക്കുള്ളുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഞാനൊരു പെറ്റമ്മയാണ്. ഇവിടെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് വെക്കുകയാണ്. സ്തോത്രം. എൻ്റെ കൂടെ ചില സഹോദരന്മാരോടൊക്കെ ഉണ്ടായിരുന്നു. ഒരു താൽക്കാലികമായിട്ടൊക്കെ കൂടെ നിന്ന് പിന്നെ അവരൊക്കെ പോയി. എങ്കിലും ഈ പ്രവർത്തനം വിട്ടുകളയാതെ നഷ്ടമാക്കാതെ നിലനിർത്തി പോരുകയും പിന്നീട് പല കർത്തൃദാസന്മാർ വന്ന് ശുശ്രൂഷ ഏറ്റെടുത്ത് നമുക്കൊരു ചർച്ച് ബിൽഡിങ്ങും അതിൻ്റെ ക്രമീകരണവും കൂടാതെ വളരെ ഉത്സാഹമുള്ള ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായി ഒരു കൺവെൻഷന് നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ പ്രസംഗിക്കുവാനിടയായത് കർത്തൃദാസൻ പ്രിയ പാസ്റ്റർ ഡാനിയൽ തോമസ് അവറുകൾ തൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ക്രമീകരിച്ച ഒരു കൺവെൻഷനായിരുന്നു ശുശ്രൂഷിപ്പാനിടയായത്. അതിനുശേഷം നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ ഇവാഞ്ചലിസം ബോർഡിലുള്ള ബന്ധത്തിൽ രണ്ടാമതായിട്ടാണ് ഇങ്ങനെ ഒരു ഭവനത്തിൻ്റെ അങ്കണത്തിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകിയത്. കൈതവനയിൽ ജോബിൻ്റെ ഭവനാങ്കണം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും അല്പം അത്ഭുതവും തോന്നി. വളരെ വിശാലമായി കിടക്കുന്ന പാരമ്പര്യത്തിന് ഊന്നൽ കൊടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു വലിയ കുടുംബമാണ് കൈതവനയിൽ കുടുംബം. അതിൽ ആദ്യമായി കർത്താവിനെ കണ്ടുമുട്ടുവാനും സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീരുവാനും ഇടയായ ആ വ്യക്തിത്വത്തെ ഒരിക്കലും മറക്കുവാൻ പറ്റുകയില്ല. ഇന്ന് കിടപ്പിലായിപ്പോയ നമ്മുടെ പ്രിയ അമ്മച്ചിയാണ് കൈതവനയിലെ അമ്മച്ചി. ഇന്നും അമ്മച്ചിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നും ഇന്നും ഒരേ പേരിലാണ് ഞാൻ വിളിക്കുന്നത്, കൈതവനയിലെ അമ്മച്ചി. ആ കുടുംബത്തിൽപ്പെട്ട ചിലരെയൊക്കെ കർത്താവ് ഇങ്ങനെ വിളിച്ച് വേർതിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും അനേകരെ കർത്താവ് വിളിച്ച് വേർതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അന്ന് കറിയാച്ചന് പിടി തന്നിട്ടില്ല. നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒഴിഞ്ഞുകൂടിയൊക്കെ അങ്ങ് പോയിട്ടേ ഉള്ളൂ. ഒരു ശല്യത്തിനും വന്നിട്ടില്ല, ഒരുടക്കിനും വന്നിട്ടില്ല. അമ്മച്ചി സ്നാനപ്പെട്ട അറിഞ്ഞിട്ടും ഒരു വാക്കിൽ വിലക്കുകയാട്ട് ഉടക്കുകയാട്ട് പാസ്റ്റർ വീട്ടിലോട്ട് വരരുത് എന്നുള്ള വിലക്കാട്ട് ഒന്നും ഉണ്ടായില്ല. അന്നും ശാന്തനായി സൗമ്യനായി ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് നടന്നുവെങ്കിലും കർത്താവിൻ്റെ സമയമായപ്പോൾ തന്നെ കുടുംബമായി വിളിച്ചു വേർതിരിക്കുകയും എന്നേക്കാൾ ഒരു അടി കൂടെ ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേലയിൽ ഇന്നും പ്രയോജനപ്പെടുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കും. അന്നിവിടെ പ്രവർത്തനത്തിന് വരുമ്പോൾ സാമ്പത്തികമായി ഒന്നുമേ ഇല്ല. എൻ്റെ കൈവശം ഒന്നുമില്ല. എനിക്കങ്ങനെ സപ്പോർട്ടുകളും എങ്ങൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടും പട്ടിണിയും ത്യാഗവും അനുഭവിച്ചാണ് ആ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചു വന്നത്. എന്നാൽ ആ സമയത്തും ഭൗതികമായ തുച്ഛമായ സഹായങ്ങൾ ചെയ്തു തന്ന് സഹായിച്ച പല പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുവളമ്മയെ മറക്കുവാൻ പറ്റുകയില്ല. ഞാൻ വളരെ വിശന്ന് രൂക്ഷനായി ഒരു എല്ലും തൊലിയുമായി അത് ഉപവാസ പ്രാർത്ഥന 10 ദിവസം കഴിഞ്ഞ് ക്ഷീണിതനായിരിക്കുമ്പോഴാണ് ഏലിയാവിന് വേണ്ടി ദൈവം കരുതി എന്ന് പറഞ്ഞ പോലെ കാക്കയൊന്നും വന്നില്ലേലും മാമയുടെ മൂത്ത മോനെ വിട്ട് അത് ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് ഞാൻ താമസിച്ചിടത്ത് കൊണ്ടെത്തിച്ചു. സ്തോത്രം. അങ്ങനെയൊക്കെ ദൈവം അന്ന് നടത്തിയ വഴികൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഓർക്കാറുണ്ട്. സ്തോത്രം. ദൈവം എത്ര വിശ്വസ്തനാണ്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. അത് നമുക്ക് നമ്മുടെ തലമുറയ്ക്കും അത് അനുഗ്രഹമാക്കി തീർക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുള്ളതോർത്ത് സന്തോഷമുള്ളവർ കരമൊന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ. അതുപോലെ പല പ്രിയപ്പെട്ടവർ, ഞാൻ പേര് പറയാൻ പോയാൽ അതിനെ സമയം കാണുകയുള്ളൂ. എൻ്റെ വാക്കുകൾക്ക് ആ നിലയിൽ വിരാമം കുറിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. വളരെ വർഷങ്ങളായി കർത്താവിൻ്റെ വചനം അനേക ഇടങ്ങളിൽ അനേക വേദികളിൽ
ചെറുതും വലുതുമായ സദസ്സുകളിലൊക്കെയും ശുശ്രൂഷിപ്പാൻ ദൈവം ഇന്നയോളം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, മുറ്റത്ത് കൺവെൻഷനാണ്, ഒരു ചെറിയ കൂടിവരവേ കാണുകയുള്ളൂ. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിലധികം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഈ കൊച്ചു കൂടിവരവിൽ എന്ത് വിഷയമാണ് എടുത്ത് പ്രസംഗിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ ആഞ്ഞടിച്ചു. വളരെ പ്രാർത്ഥിച്ചു. കർത്താവ് തന്ന നിയോഗമനുസരിച്ച് ഒരു വാക്യം വായിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഇന്ന് രാത്രി പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വേദഭാഗം വായിച്ചു തരുവാൻ ഞാൻ അതിനുവേണ്ടി ആവശ്യമാണ്. എൻ്റെ ആത്മീയ ശിഷ്യ ഇവിടെ ഉണ്ട്, ജോൺസ് ഇവിടെയുണ്ട്. അവരെ തമ്മി കൂട്ടി യോജിപ്പാൻ ഈ എളിയവൻ്റെ കരത്തെ ദൈവം ഉപയോഗിച്ചത്. അവരുടെ നടപ്പും പോക്കും കാണുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും, അവർ ഒരുമിച്ചാണോ ജീവിക്കുന്നത്, ഒരുമിച്ചാണോ പോകുന്നത്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നിന്ന് പാടാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ആട്ടുമോളെ വായിച്ച് സഹായിക്കട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27, 28 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27, 28 വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. കെട്ടിലും മട്ടിലും അതിന് ചിട്ടയിലും വിശുദ്ധ വേദപുസ്തകം പോലെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇന്നു വരെ ഈ ഉലകത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തക സഞ്ചയമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതിലേറ്റവും ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ പ്രമേയം ഒന്നേ ഉള്ളൂ: യേശു കർത്താവ് സകലറ്റിലും ഉന്നതനാണ്, സകലറ്റിലും ശ്രേഷ്ഠനാണ്. 7-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. സ്തോത്രം. കലർപ്പില്ലാത്ത ദൈവ തേജസ്സിന്റെ തനിപ്പകർപ്പായിരിക്കുന്ന സകല സ്വർഗീയ മഹിമകളെയും വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന ഒരു പുണ്യ പുരുഷനുണ്ടെങ്കിൽ, ദിവ്യ പുരുഷനുണ്ടെങ്കിൽ, അവനത്ര യേശു കർത്താവ്. ആ യേശു കർത്താവിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. എബ്രായ ലേഖനം എഴുതപ്പെട്ടത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം ആളുകൾ അവർ പിന്മാറിപ്പോകുന്ന നില കണ്ടിട്ട് ഉള്ളിൽ വേദന പൂണ്ടിട്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ഈടിറ്റ ലേഖനം നമുക്കായി തിരുവചനത്തിൽ നൽകിയിട്ടുള്ള ദൈവത്തിന് സ്തോത്രം. അതിന്റെ 9-ാം അധ്യായം 27, 28 വാക്യങ്ങൾ എടുക്കുന്നുവെങ്കിലും അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു പദം അതെടുത്തുകൊണ്ട് ഇന്ന് രാത്രി അത് ചിന്തിക്കുവാൻ, ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിധിയാണ് മരണമെന്ന് പറയുന്നത്. മരണം കൂടാതെ ഒരു ജീവിതം സാധ്യമാണോ? എൻ്റെ അന്വേഷണത്തിലും പഠനത്തിലും മരണം കൂടാതെ എടുക്കപ്പെട്ടവർ 2 ഉള്ളൂ. ആമേൻ. അത് ഹാനോക്കും മറ്റൊന്ന് ഏലിയാവുമ. ബാക്കി എല്ലാവരും മരിച്ചിട്ടുണ്ട്. 969 വയസ്സ് വരെ ജീവിച്ച മെത്തൂശലേഖും അദ്ദേഹം മരിച്ചു മാറ്റപ്പെട്ടു. ആമേൻ. അദ്ദേഹത്തിന്റെ വല്യപ്പച്ചനായ യാരദ് 963 വയസ്സ് വരെ ജീവിച്ചെങ്കിലും അദ്ദേഹവും മരിച്ചു മാറ്റപ്പെട്ടു. സ്തോത്രം. ഈ മണ്ണിൽ, ഈ ഉലകിൽ ആര് ജനിച്ചിട്ടുണ്ടോ അവര് മരിച്ചേ പറ്റുകയുള്ളൂ. മരണം ഒഴിവാക്കാൻ എന്നാ വഴി? എങ്ങനെയാ ഈ മരണം ഒഴിവാക്കുന്നത്? ഒരിക്കലൊരു സാധുവായ സ്ത്രീ ശ്രീബുദ്ധന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു: യജമാനെ ഗുരു, മരണം എന്നിൽ നിന്ന് വാങ്ങിപ്പോകേണ്ടതിന് അങ്ങനെയൊരു വഴി പറഞ്ഞു തരണം. എനിക്ക് മരണത്തെ ഭയമാണ്, മരണം എന്നിൽ നിന്ന് വാങ്ങിപ്പോകണം. ശ്രീബുദ്ധൻ പറഞ്ഞു: നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത 2 ആഴ്ച സമയം ഞാൻ നിനക്ക് തരുന്നു. നിന്റെ വീടിന് ചുറ്റും ഒരു 2 കിലോമീറ്റർ റേഡിയസില് നീ വീടുകൾ സന്ദർശിച്ച് പോയി ആ വീട്ടുകാരോട് ചോദിക്കണം,
ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ആരെങ്കിലും മരിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് നീ പറയണം, ഇന്ന വീട്ടിൽ ആരും മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം മരണത്തെ എങ്ങനെ ഒഴിവാക്കി ജീവിപ്പാൻ കഴിയുമെന്ന്. ആ സ്ത്രീ അത് തന്നെ ചെയ്തു. തന്റെ ഗുരുഭൂതൻ പറഞ്ഞതനുസരിച്ച് തന്റെ വീടിന് 2 കിലോമീറ്റർ റേഡിയസിൽ ചെന്നെത്താവുന്ന വീടുകളൊക്കെ കയറി ഇറങ്ങി. ഒടുവിൽ വന്ന് ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഗുരുവേ, ഞാൻ കയറിയ വീടുകളിലെല്ലാം തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. ചില കാലങ്ങൾക്ക് പിറകിൽ അവിടെയൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ട്. അടുത്ത സമയത്തും മരിച്ച ഒരു കേസ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മരണം സംഭവിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ തിരിഞ്ഞുകൊണ്ട് ഈ സാധുവായ സ്ത്രീയോട് പറഞ്ഞു, സഹോദരി, ഒരു കാര്യം നീ മനസ്സിലാക്കണം. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നീ ഭൂമിയിൽ ജനിക്കാതെ ഇരിക്കണം. ഈ ഭൂമിയിൽ ആര് ജനിച്ചിട്ടുണ്ടോ അവരുടെ വിധിയാണ് മരണമെന്ന് പറയുന്നത്. പക്ഷെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നുണ്ടോ? മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ സുവിശേഷ യോഗം നടത്തേണ്ട കാര്യമോ അല്ലെ ദൈവത്തെ വിളിച്ചു കൂട്ടേണ്ട കാര്യമോ നാളുകളായി സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമോ ഞങ്ങൾ ദൈവദാസന്മാർ ഇങ്ങനെ ഓടി നടന്ന് യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നെങ്കിൽ അത് മതിയായിരുന്നു. ആരും മൃഗങ്ങളോട് സുവിശേഷം പറയാൻ പോകാറില്ല. കാര്യം അത് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണ്. പക്ഷികളോട് സുവിശേഷം പറയാറില്ല, അത് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണ്. പക്ഷെ മനുഷ്യന്റെ സ്ഥിതിഗതികൾ എന്ന് പറയുന്ന മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് ഇഹത്തിലെ ജീവിതത്തിന് വിരാമം കുറിക്കുന്നെങ്കിലും മറ്റൊരു ജീവിതത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ചില അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടതിന് അങ്ങനെ ഒന്നിനു വേണ്ടി തുടക്കം കുറിക്കുക. അതത്രേ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത്, എനിക്ക് ദീർഘമായി സംസാരിക്കാൻ സമയം ആവശ്യമുണ്ടെങ്കിലും ഒരു ഭവനാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ടും മടങ്ങി നമുക്ക് ഭവനങ്ങൾ പോകേണ്ടത് കൊണ്ടും ദീർഘമായി സമയം ഞാൻ എടുക്കുന്നില്ല. ഒരു പ്രഭാഷണത്തെക്കാൾ ഒരു ദൈവമക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ ഒരു ക്ലാസ് എന്നതുപോലെ ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കുന്ന വിഷയമെന്ന് പറയുന്നത് ദൈവിക ന്യായവിധികൾ. ദൈവിക ന്യായവിധികൾ. എനിക്കറിയാം, എന്നേക്കാൾ പ്രഗത്ഭരായ ദൈവദാസന്മാർ ഈ ഒരു വിഷയം നന്നായി പഠിപ്പിക്കുവാൻ കഴിവും പ്രാപ്തിയുള്ളവർ എൻ്റെ മുൻപിലുണ്ട്. പ്രിയ ജോസഫ് പാസ് നല്ല ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഓൺലൈൻ കൂടെ ആയിരങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന ഒരു വേദ അധ്യാപകൻ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. അതും എനിക്കറിയാം, സ്തോത്രം. 3 വിധ ന്യായവിധിയെ കുറിച്ച് അഥവാ ദൈവിക ന്യായവിധികളെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ന്യായവിധി എന്ന് പറയുന്നത്? ന്യായമായ ഒരു വിധി, അത് മനുഷ്യന് വേണ്ടി ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നു. ന്യായമായ ഒരു വിധി. സർവ്വലോകത്തെയും ദൈവം വിധിക്കുന്നത് നീതിയോടും ന്യായത്തോടും കൂടെയാണ്. അഥേനയിൽ പൗലോസ്ലീഗ വന്നുപെടുന്നു. അവിടെയുള്ളതായ സ്റ്റോയിക് ഫിലോസഫേഴ്സിനോടും അതുപോലെ തന്നെ എപ്പിക്യൂരിയൻ ഫിലോസഫേഴ്സിനോടും ഒക്കെ ദൈവവചനം പങ്കുവെക്കുമ്പോൾ ഇത്ര ഉന്നതമായ ആഴമേറിയ ജ്ഞാനമുള്ളതായ പാണ്ഡിത്യമുള്ളതായ തത്വശാസ്ത്രന്മാരോട് ദൈവവചനം പങ്കുവെക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 17:31 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ദൈവം ഒരു പുരുഷനെ നിയമിച്ചാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സകല ലോകത്തെയും നീതിയോടെ വിധിപ്പാൻ തക്കവണ്ണം അവൻ ഒരു ദിവസം നിയമിച്ചാക്കി വച്ചിരിക്കുന്നു. ഒരു പുരുഷനെ ദൈവം നിയമിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പുരുഷനെ നിയമിച്ചത്?
സർവ്വലോകത്തെയും നീതിയോടെ വിധിപ്പാൻ. പ്രിയമുള്ളവരെ, ഇവിടെ അനേക വിധികളും വിധികർത്താക്കളും ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ വിമർശന രൂപേണയല്ല ഈ പ്രസംഗിക്കുന്നതെങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമായി തിക്തമായി കണ്ണിന്റെ മുമ്പിൽ വന്നുപെടുന്നത് കൊണ്ട് പറയാതിരിക്കാൻ കഴിയുകയില്ല. ന്യായമായ വിധി എന്ന് പറഞ്ഞാലും അന്യായമായ വിധിയായിട്ടാണ് നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒരുവനെ പച്ചയ്ക്ക് പച്ച നടുറോഡിലിട്ട് തല്ലിക്കൊന്നാലും അതിന് തെളിവില്ല എന്ന് പറഞ്ഞല്ലേ ഇന്ന് വിധി പുറത്തു വരുന്നത്. തെളിവില്ല. അതേ സമയത്ത് എല്ലാ നിലയിലും തെളിവ് നിരത്തുവാൻ നമുക്കുണ്ട്. നടുറോഡിൽ വെച്ച് സംഭവിച്ചതാണ്, ഇവനെ പച്ചയ്ക്ക് പച്ച കുത്തി കൊന്നതാണ്. അത് കണ്ട അതേ കാഴ്ചക്കാരെ ചുറ്റും നിൽക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് നമുക്ക് തെളിവായുണ്ട്. അവസാനം വിധി വരുമ്പോൾ ഇങ്ങനെയാ വിധി വരുന്നത്. ഇങ്ങനെ ഒരു കേസ് ഇന്നയാളാണ് കുത്തിക്കൊന്നതിന് തെളിവില്ല, അതുകൊണ്ട് കേസ് ഇതാ അത് ശൂന്യമായി പോകുന്നു. കേസ് അത് നിർവീര്യമായി പോകുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇവിടെ എന്ത് നീതിയായ വിധിയാണ്, എന്ത് ന്യായമായ വിധിയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവചനം നന്നായി മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൻ്റെതായ ഈറ്റില്ലം അതുപോലെ അംഗീകരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയട്ടെ, നീതിയോടും ന്യായത്തോടും കൂടെ സകലത്തെയും വിധിപ്പാൻ അതിന്റെ അധികാരത്തോട് ഇറങ്ങി വരുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി തേജസ് വാരിച്ചുറ്റി നമ്മുടെ മധ്യേ ഉലാവി നടക്കുന്ന എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു കർത്താവ് മാത്രമാണ്. അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം ഒരു പുരുഷനെ ആക്കി വെച്ചിരിക്കും. അവന് മാത്രമേ നീതിയോടും ന്യായത്തോടും കൂടെ വിധിപ്പാൻ കഴിയുകയുള്ളൂ. സങ്കീർത്തനം 7:11 നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. അടുത്തത്, അവൻ ദിവസം പ്രതി കോപിക്കുന്നു. അടുത്തത്, അവൻ മനം തിരിയുന്നില്ല എങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. മനം തിരിയുന്നില്ല എങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. നീതിയോടുകൂടിയ ഒരു ന്യായാധിപതിനാണെങ്കിൽ, അതേ നീതിയോടുകൂടെ വിധിപ്പാൻ അധികാരം പ്രാപിച്ചവനാണെങ്കിൽ, അവനെ കുറിച്ച് പറയുന്നുണ്ട്, നീ മനം തിരിഞ്ഞു വരണം. നിന്റെ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, ദുർമാർഗ വഴികളെ വിട്ടുകൊണ്ട്, ദൈവികമായ അതേ വഴി വിട്ട് നടക്കുന്ന ആ ജീവിതം അവസാനിപ്പിച്ച് നീ മനസ്സ് തിരിഞ്ഞ് രൂപാന്തരപ്പെട്ടു മടങ്ങി വരുന്നില്ല എങ്കിൽ, യഹോവയായ ദൈവം തന്റെ ന്യായവിധിയുടെ വാളിന്റെ മൂർച്ച കൂട്ടുമെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ആ ദൂത് ഗൗരവത്തോടെ ഏറ്റെടുക്കുവാൻ എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ആ വാളിന്റെ മൂർച്ച അവൻ കൂട്ടും. പ്രത്യേകാൽ ശ്രദ്ധിക്കണമേ. നീതിയുള്ള ഒരു ന്യായാധിപനായി, സർവത്തെയും ഭരിക്കുവാൻ അധികാരമുള്ള ഒരുവനായി, ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യേശു കർത്താവ് മാത്രമാണ്. 3 വിധ ന്യായവിധികളെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഓരോ ന്യായവിധിയും എടുത്ത് സംസാരിക്കേണ്ടതിരിക്കുന്നു. ഒന്നാമത്തെ ന്യായവിധി നടക്കുന്നത് അത് മധ്യാകാശത്തിൽ വെച്ചാണ്, അയറയിൽ വെച്ചാണ് ഒന്നാമത്തെ ന്യായവിധി നടക്കുന്നത്. പശ്ചാത്തലം തെളിയിച്ചു കൊണ്ടുവന്ന ആ വിഷയം അവതരിപ്പിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയ പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ കമ്പിവാചകം പോലെ അങ്ങ് പറയുകയാണ്. മധ്യാകാശത്തിൽ വെച്ചാണ് ഒന്നാമത്തെ ന്യായവിധി നടക്കുന്നത്. രണ്ടാമത്തെ ന്യായവിധി നടക്കുന്നത് യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ചാണ്. മൂന്നാമത്തെ ന്യായവിധി നടക്കുന്നത് സ്വർഗീയ മണ്ഡലത്തിൽ വെച്ചാണ്. ഈ ഓരോ ന്യായവിധിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 5 കൂട്ടം കാര്യങ്ങൾ വക തിരിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ ന്യായവിധി നടത്തുന്ന ന്യായാധിപൻ ആര്? 2, ഈ ന്യായവിധി നടക്കുന്ന സ്ഥലം എവിടെ? 3, ഈ ന്യായവിധി നടക്കുന്ന സമയം എപ്പോൾ? 4, ഈ ന്യായവിധി ആർക്കു വേണ്ടി നടത്തുന്നു? 5, ഈ ന്യായവിധിയുടെ അടിസ്ഥാനവും അനന്തര ഫലവും എന്ത് എന്ന് ഈ 5 കൂട്ടം കാര്യങ്ങൾ വകതിരിച്ച് വേണം ഈ രാത്രി മനസ്സിലാക്കുവാൻ. ഞാനത് ലളിതമായ ഭാഷയിൽ ഞാനത് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ പോലെയുള്ളവർ ബൈബിൾ ക്ലാസ്സിനും മറ്റുമൊക്കെ 3 ദിവസത്തേക്ക് വിളിച്ചാലൊക്കെ എടുക്കുന്ന ടോപ്പിക്കാണ്. ഞാനൊരു കഷ്ടിച്ച് 1 മണിക്കൂർ സമയത്തുള്ള ഒതുക്കി നിർത്തിക്കൊണ്ട് അപ്പോൾ തന്നെ സുവിശേഷത്തിന്റെ കലർപ്പ് ചേർത്തുകൊണ്ട് ഇന്ന് രാത്രി ഇത് പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്.
ഏത് മതങ്ങൾ പഠിച്ചാലും മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ആർഷഭാരതത്തിലെ ഏറ്റവും പുരാതനമായ മതമല്ലേ ഹൈന്ദവ മതം എന്ന് പറയുന്നത്. ഹൈന്ദവ മതം വളരെ പുരാതനമായ ഒരു മതമാണ്. ആചാര്യന്മാരെ കൊണ്ട് ഗുരുക്കന്മാരെ കൊണ്ടും നിറയപ്പെട്ടതായ ഒരു മതമാണ്. ആ മതം പഠിപ്പിക്കുന്നു മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ പ്രാണൻ അനേക ജനന മരണ ജനന മരണ ജനന മരണ കോടാനുകോടി ജനന മരണ പ്രക്രിയയിൽ കൂടെ കടന്ന് ഏറ്റവും ഒടുവിലാണ് സായുജ്യം പ്രാപിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് മോക്ഷം പ്രാപിക്കുന്നത്. ഇവിടെ നല്ലവനായി ഒരുവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ എന്തായി മാറും? അവൻ ഒരു മാനായി മാറും, ഒരു പുള്ളിമാനായി മാറിയെന്നിരിക്കും. ഇവിടെ കൗശലത്തോടും കാപട്യത്തോടും മോഷണവും ചൂഷണവും എല്ലാം പാട്ടാക്കി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓർത്തോണം, അടുത്ത ജന്മത്തിൽ അവനൊരു കുറുക്കനായി മാറിയെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രൂര ജന്തുവായി മാറിയെന്നിരിക്കും. മരണത്തിങ്കിൽ ഒരുവന്റെ പ്രാണൻ നഷ്ടപ്പെടുന്നില്ലെന്ന് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നുണ്ട്. അനേക ജനന മരണ ജനന മരണ ഏതാണ്ട് കോടിക്കണക്കിന് ജനിച്ച് മരിച്ച് ഏറ്റവും ഒടുവിലാണ് സായുജ്യം പ്രാപിക്കുന്നത്. എന്റെ പഠനത്തിലും അന്വേഷണത്തിലും ഞാൻ കണ്ടെത്തിയത് ആകെക്കൂടി ഇന്ന് വരെ ഒരാളെ ആ നിലയിൽ സായുജ്യം പ്രാപിച്ചിട്ടുള്ളൂ. ആളിന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഇന്നും അനേകരുടെ പ്രാണൻ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എത്ര അസന്ധിഗ്ധമായിട്ടാണ് ദൈവമക്കളെ, വ്യക്തമായിട്ടാണ് ഒരു കുഞ്ഞിരുന്ന് വായിച്ചാലും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും. പ്രാണൻ അനേക ജനന മരണ ആ ചാക്രിയ വലയത്തിൽ കൂടെ ഇറങ്ങി പോകുകയല്ല, മറിച്ച് ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാണൻ പിന്നെ ന്യായവിധിക്കായി മാറ്റപ്പെടുകയാണ്. ഇസ്ലാം മതം എന്ത് പഠിപ്പിക്കുന്നു? ഇസ്ലാം മതം പഠിപ്പിക്കുന്നു ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് നശിക്കുന്നില്ല, അവന്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതാ ഒരു ന്യായവിധി ദിവസമുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ സകല ആത്മാക്കളെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് വിശാലമായ ഒരു കടല്, ആ കടലിന് കുറുകെ വച്ചിരിക്കുന്നതായ മൂർച്ചയേറിയ ഒരു വാള്, ആ കടലിന് കുറുകെയാണ് ഈ വാള് വെച്ചിരിക്കുന്നത്. സകല ആത്മാക്കൾ ഈ വാളിന്റെ പ്രതലത്തിൽ കൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു നീങ്ങണം. നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ ഈ വാളിന്റെ വായ്ത്തലയിൽ കൂടെ ആ വ്യക്തി അക്കരെ ചെല്ലും. അവൻ പ്രാപിക്കുന്ന ഇടമാണ് പറുദീസ എന്ന് പറയുന്നത്. എന്നാൽ തിന്മ ചെയ്ത ഒരുവനാണെങ്കിൽ ഈ ആഴമേറിയ ജലാശയം അഥവാ ഈ കടലിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വരുമ്പോൾ ആ മൂർച്ചയുള്ള വാളിന്റെ വായ്ത്തലയില് അവൻ മുറിഞ്ഞ് ആ ജലാശയത്തിൽ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇത് രണ്ടും മനസ്സിലാക്കി എടുക്കുവാനും ഇത് രണ്ടും ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ഇന്ന് രാത്രിയിലും അസന്ധിഗ്ധമായി വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയല്ല ഞാനും നിങ്ങളും. ഇന്ന് നമ്മൾ മരിച്ച് മാറ്റപ്പെട്ടാലും നമ്മുടെ ശരീരം, മൃതശരീരം സമയമാം രഥം പാടിക്കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കം ചെയ്താലും ദൈവവൈതലേ, പ്രത്യാശയുള്ള ദൈവവൈതലേ, നീ ആ മൃതശരീരത്തെ നോക്കിക്കൊണ്ട് അവസാനമായി വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്. ഹേ ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. ഹേ ശോശാമേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. അതേ യോസഫേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നമ്മുടെ പ്രത്യാശ അതാണ്. മൂന്ന് വിധ ന്യായവിധികളിലേക്കൊന്ന് രാത്രി ഞാൻ പ്രവേശിക്കുന്നു. ഒന്നാമത്തെ ന്യായവിധി നടക്കുന്ന ആ സ്ഥലത്തിന്റെ പേരാണ്, അല്ലെ ആ സിംഹാസനത്തിന്റെ പേരാണ്, ന്യായാസനത്തിന്റെ പേരാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഇതാ യേശു കർത്താവ് തന്റെ പ്രത്യക്ഷതയുടെ 4 മുഖങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ മുഖമായ ന്യായവിധിയിലേക്ക് ഞാൻ വരികയാണ്.
ആമേൻ 4 മുഖങ്ങൾ. ഒന്ന്, ഒരിക്കൽ അവൻ വീണ്ടെടുപ്പുകാരനായി ഈ മണ്ണിൽ അവതരിച്ചു. താമസമിന നാമൊക്കെ പ്രിയം വെച്ചിരിക്കുന്നത് പോലെ ആത്മമണവാളനായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. മൂന്നാമത് താമസമിന സർവ്വലോകത്തെ അടക്കി ന്യായം വിധിപ്പാൻ ആമേൻ ന്യായാധിപനായി വെളിപ്പെട്ടു വരും. 4, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഈ സർവ്വലോകത്തെയും സമൃദ്ധ വംശത്തെയും അടക്കി വാഴുവാൻ ശ്രേഷ്ഠ രാജാവായി അവൻ വെളിപ്പെടുവാൻ പോകുകയാൽ. ഇടക്കേറിയ ഒരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ ദൈവമക്കളെ. ഇന്നത്തെ ഈ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ കേൾക്കുമ്പോൾ ഒരളവിൽ നമുക്കും ഉള്ളില് അങ്കലാപ്പുണ്ട്, പരിഭവമുണ്ട്. കാര്യം ഈ യുദ്ധം ഇങ്ങനെ അങ്ങോട്ട് മുറുകിപ്പോയാൽ അതേ സാധനങ്ങളുടെ വില വല്ലാതെ കുതിച്ചുയരുകയാണ്. റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. അതേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏത് സമയത്തും കുതിച്ചുയരുവാൻ സാധ്യതയുണ്ട്. സാമാന്യ ജീവിതം അതേ ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ്. ക്ഷാമം കടന്നു പിടിക്കാൻ അല്പ ദിവസം അതേ സമയം മാത്രം മതി. അതേ മോഷണവും ചൂഷണവും സംഭവിപ്പാൻ അധിക സമയം വേണ്ട. ആ നിലയില് മനുഷ്യ ജീവിതം വളരെ സങ്കീർണപൂർണമായ ഒരു അനുഭവത്തിൽ വന്നു നിൽക്കുമ്പോൾ ഓർത്തോണ്ട് ഈ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും എന്ത് വിളിച്ചറിയിക്കുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മുൻകൂട്ടി അറിയിച്ച ഒരു ദൂതുണ്ട്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, പക്ഷെ ചഞ്ചലപ്പെടാതിരിപ്പീൻ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും കൂടെ എതിർക്കും. പക്ഷെ ഇത് അവസാനമല്ല, ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഓർത്തോണെ ദൈവമക്കളെ, യേശു കർത്താവിന്റെ മടങ്ങി വരവും ലോക അവസാനത്തിനും അടയാളമായി കർത്താവ് നൽകുന്ന ഒരു ദൂതത്ര എന്ത്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. അങ്ങനെയാണെങ്കിൽ അകത്ത് പ്രത്യാശയുള്ള ദൈവവേദന പറയാൻ കഴിയുമോ? ഈ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും എന്റെ കാതിൽ മുഴങ്ങുമ്പോൾ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ പ്രിയം വെച്ചിരിക്കുന്നവന്റെ മടങ്ങി വരവ് അത് വാതിൽക്കലായിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവർ ഇന്ന് രാത്രി കരമുയർത്തി അവനെ സ്തുതിച്ചാൽ. ഒന്നാമത്തെ ന്യായവിധി അത് നടക്കുന്ന ഇടമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഓരോ ന്യായവിധി നടക്കുന്നതും ന്യായാസനം അഥവാ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ്. അതിന് ബീമ എന്ന് അതേ ഗ്രീക്ക് വാക്ക് ബീമ എന്ന് പറയും. ഗ്രീക്ക് ഭാഷയില് ബീമ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ന്യായാധിപന്മാർ സാധാരണ ന്യായം വിധിക്കുവാനായി കടന്നു വരുമ്പോൾ ഒന്ന് അവര് മാറത്ത് പൊൻകച്ച് കെട്ടിയായിരിക്കും വരുന്നത്. മാറത്ത് പൊൻകച്ച് കെട്ടുമ്പോൾ ഓർത്തോ ഇന്ന് ന്യായവിധിയുടെ ദിവസമാണ്. ഇന്ന് വിസ്താരം കഴിഞ്ഞിട്ട് വിധി പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അപ്പോൾ തന്നെ 2 ഉയർന്ന ഒരു പീഠത്തിലായിരിക്കും ഈ ന്യായാധിപൻ കയറിയിരിക്കുന്നത്. അതുപോലൊരു ന്യായാസനത്തിന്റെ പേരാണ് 2 കൊരിന്ത്യർ 5:10 നാം ഇങ്ങനെ വായിക്കുന്നു. വായിച്ച് സഹായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:10 വാക്യം വായിച്ചു. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്തെ ന്യായവിധി നടക്കുന്ന ഇടമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനം. ആ ന്യായാസനത്തിൽ ആരാണ് ഈ ന്യായം വിധിക്കുന്നത്? ആർക്കും ന്യായം വിധിപ്പാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ഒരു ദൂതനെ അതിനു വേണ്ടി നിയമിച്ചാക്കിയിട്ടില്ല. ഗബ്രിയേൽ ദൂതനാട്ട്, മീഖായേൽ ദൂതനാട്ട് ഒരു ദൂതനോടും കർത്താവ് പറഞ്ഞിട്ടില്ല നീ വേണം എന്റെ ജനത്തെ ന്യായം വിധിക്കാൻ. ഇല്ല, ഏൽപ്പിച്ചിട്ടില്ല. ന്യായവിധി ആകെക്കൂടെ അത് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമാ. യോഹന്നാൻ 5:27 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമോ ന്യായവിധി അത് പുത്രന് നൽകിയിരിക്കുന്നു. ന്യായവിധിയുടെ അധികാരം പുത്രൻ നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പുത്രന് ന്യായവിധിയുടെ അധികാരം നൽകിയത്? അവനാണ് നമുക്ക് വേണ്ടി അത് തിരുമാറിലെ തിരക്തം ഊറ്റി തന്ന് നമ്മെ വീണ്ടെടുത്തവൻ. ആ വീണ്ടെടുത്തവന് മാത്രമേ ന്യായം വിധിപ്പാൻ അധികാരമുള്ളൂ. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവാണ്
സകലത്തിലും ന്യായാധിപൻ. അതുകൊണ്ടാ ഈ ന്യായവിധിക്ക് നീതിയുള്ള ന്യായവിധി എന്ന്, ആമേൻ, നേരോടുകൂടിയുള്ള ന്യായവിധി എന്ന് നമ്മൾ പറയുന്ന ദൈവത്തിന് സ്തോത്രം. രണ്ട്, ഈ ന്യായവിധി എവിടെ വെച്ച് നടക്കുന്നു? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്മേലുള്ള ന്യായവിധി അത് എവിടെ വെച്ച് നടക്കുന്നു? അത് നടക്കുന്ന ഇടമാണ് മധ്യാകാശം. അതിന് ഗ്രീക്കിൽ പറയും അയറ എന്ന് പറയും. അതെ, സ്വർഗാദി സ്വർഗങ്ങളും ഈ ഭൂമിയുടെ മണ്ഡലവും ഇതിനിടയിലുള്ള ഒരു ഇടമാണ് ഈ പറഞ്ഞ മധ്യാകാശം. ചുരുക്കി പറഞ്ഞാൽ കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ സംഭവിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ന്യായാസനവും അവിടെ വെച്ച് നടക്കുന്ന ന്യായവിധിയും. കർത്താവിന്റെ വരവിങ്കൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, ഭൂമിയിലായിരിക്കുന്ന ഇവിടുന്ന് രൂപാന്തരം പ്രാപിച്ച് ഉയരങ്ങളിലേക്ക് കരേറിപ്പോകുന്നു. 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കലേക്ക് കൂട്ടുവീൻ. ഉയരത്തിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദത്തിന്റെ മുമ്പിൽ നിമിഷ നേരം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച് ഇവിടുന്ന് പറന്നുയരുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവരത്ര ഇന്ന് രാത്രി എന്റെ മുമ്പിലിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ. അവരിവിടെ നിന്ന് ഉയരത്തിലേക്ക് പറന്നു പോകും. അപ്പോൾ തന്നെ 1 തെസ്സലോനിയ 4:16 മുതൽ വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഇവിടെ ആയിരിക്കും തന്റെ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് കയറിപ്പോകുകയും ചെയ്യുന്നു. അങ്ങനെ ഇറങ്ങി വരുന്ന കർത്താവും കയറിപ്പോകുന്ന വിശുദ്ധന്മാരും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പറഞ്ഞ അയറ അഥവാ മധ്യാകാശം എന്ന് പറയും. ആ മധ്യാകാശത്തിൽ വയ്ക്കുന്ന അതേ സിംഹാസനമാണ്, ന്യായാസനമാണ്. എന്ത്? ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നു. അടുത്ത, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ സംഭവിക്കുന്ന ന്യായവിധിയാണ് ഈ പറഞ്ഞ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വെച്ച് നടക്കുന്ന ന്യായവിധി. മറ്റൊന്ന്, ഇത് ആർക്കു വേണ്ടിയാണ് ഈ ന്യായവിധി വെച്ചിരിക്കുന്നത്? ഈ ന്യായവിധി വെച്ചിരിക്കുന്നത് ലോക മനുഷ്യർക്ക് വേണ്ടിയല്ല. അതെ, നീതികെട്ട് ജീവിക്കുന്ന ദുഷ്ടന്മാർക്ക് വേണ്ടിയല്ല, അശുദ്ധന്മാർക്ക് വേണ്ടിയല്ല, ദുർനടപ്പുകാർക്ക് വേണ്ടിയല്ല. ഈ ന്യായവിധി വെച്ചിരിക്കുന്നത് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. ഈ ന്യായവിധി വെച്ചിരിക്കുന്നത് തന്റെ വിശുദ്ധന്മാര് ഇവിടുന്ന് രൂപാന്തരം പ്രാപിച്ച് അതേ മധ്യാകാശത്തിങ്കൽ അരുമനാഥന്റെ മുമ്പിൽ, ആ ന്യായാസന മുമ്പിൽ അതെ നാം അണിനിരക്കും. നാം എല്ലാവരും ഒരുമിച്ച് അവിടെ അണിനിരക്കും. പൗലോസ് പറയുന്നത്, നാം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ അവനെ എതിരേൽക്കും. ആ മേഘങ്ങളിൽ നാം ഒരുമിച്ച് കൂടും. നാം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയാണ് ഈ ന്യായവിധി നടക്കുന്നത്. അടുത്ത ചോദ്യം, ഈ ന്യായവിധി എന്തിനു വേണ്ടിയുള്ള ന്യായവിധിയാണ്? ഈ ന്യായവിധി എന്ന് പറയുന്നത് തന്റെ വിശുദ്ധന്മാര്, ഭക്തന്മാര് ഓടിയതിനും അധ്വാനിച്ചതിനും ദൈവം അവിടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകേണ്ടതിനു വേണ്ടി ആയതിനു വേണ്ടിയുള്ള ന്യായവിധിയാണ്. ഓടിയതിനും അധ്വാനിച്ചതിനും തക്കതായ പ്രതിഫലം നൽകേണ്ടതിനു വേണ്ടി വച്ചിരിക്കുന്ന ന്യായവിധിയാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കലുള്ള ന്യായവിധി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കൂലിയില്ലേ? നമ്മുടെ പറമ്പിൽ പണിയെടുക്കുവാൻ വരുന്ന ഒരാള് അദ്ദേഹം വന്ന് പണിയെടുക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മോട് ചോദിക്കാറില്ലല്ലോ, കൂലി എനിക്ക് വൈകിട്ട് തരുമോ എന്ന്. ആ വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട്, താൻ പണി കയറി വരുമ്പോൾ ആ യജമാനൻ കൂലി കൊടുത്ത് വിടുവെന്ന്. അങ്ങനെയെങ്കിൽ ഈ മണ്ണിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഓടിയതിനും നീ നേടിയതിനും നീ കൊടുത്തതിനും നീ വാങ്ങിച്ചതിനും എല്ലാറ്റിനും ഒരു പ്രതിഫലം എന്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. മോശയുടെ അമ്മയായ ജോക്കബേദ്, ആ ജോക്കബേദ് ഫറവോന്റെ കൊട്ടാരത്തില് ഏതാണ്ട് മോശെ 3 വയസ്സ് വരെ വളർത്തിയെടുത്തതിനും അവനെ മുലകൂട്ടിയതിനും എന്റെ ദൈവം ഫറവോനിൽ കൂടെ പ്രതിഫലം എത്തിച്ചു കൊടുത്തവനെങ്കിൽ ജോക്കബേദിന് ആ
ഫറവോൻ പ്രതിഫലം നൽകി മാനിച്ചെങ്കിൽ ഫറവോന്റെ മകനല്ല ഈ മോശ എങ്കിൽ ഈ മോശ വളർത്തിയതിന്റെ കൂലി ഈ അമ്മയ്ക്ക് നൽകുവാൻ ഒരു രാജാവിന് ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറയട്ടെ, ആത്മ നിറവിൽ വിളിച്ചു പറയട്ടെ, എന്നോടുകൂടെ വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് പറ, എനിക്കൊരു പ്രതിഫലം എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓടിയതിനും ഞാൻ നേടിയതിനും ഞാൻ കൊടുത്തതിനും ഞാൻ ചിലവിട്ടതിനും ഞാൻ നടന്നതിനും അധ്വാനിച്ചതിനും എനിക്കൊരു പ്രതിഫലം ദൈവം വച്ചിട്ടുണ്ട്. മനുഷ്യൻ മറക്കും, പക്ഷെ എന്റെ ദൈവം മറക്കുന്നവനല്ല. നീ ദൈവവേലയെ മാനിച്ച് നീ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, ഒരുപക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തി മറന്നു പോയാലും നീ ചെയ്തതെന്തോ അത് അവന്റെ സന്നിധിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയും പ്രതിഫലം തരും, അവിടെയും പ്രതിഫലം വരും. ഇവിടെ തലമുറയ്ക്ക്, നിന്റെ സന്താനങ്ങൾക്ക്, അതേ തലമുറയായി അവൻ അനുഗ്രഹം പകരുമെങ്കിൽ ഇനി തീർന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ശേഷം പ്രതിഫലവും കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിൽ മാസം തോറും ശമ്പളം കൈപ്പറ്റുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ അതേ വിരാമം അഥവാ റിട്ടയർമെന്റ് കാലയളവില് അദ്ദേഹം റിട്ടയർ ചെയ്ത് അതേ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ശമ്പളം തന്നല്ലോ, ഇനി ഒന്നും തരാനില്ല എന്ന് ഒരു സർക്കാർ സ്ഥാപനം ഒരിക്കലും പറയുകയില്ല. സർക്കാർ സ്ഥാപനം പറയും, നിങ്ങൾ കഴിഞ്ഞ 40 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വ്യക്തിയ, മാസം തോറും ശമ്പളം വാങ്ങിച്ച വ്യക്തിയ. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ഈ പിരിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിയായി നിങ്ങൾക്കൊരു എമൗണ്ട് ഉണ്ട്, കൂടാതെ മാസം തോറും നിങ്ങൾക്ക് അതിന്റെ പെൻഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇവിടുത്തെ സർക്കാർ സ്ഥാപനം മറന്നു കളയാതെ ഗ്രാറ്റുവിറ്റിയും തന്ന് പെൻഷനും തന്ന് നമ്മെ നിലനിർത്തുവാൻ മനസ്സ് വയ്ക്കുന്നെങ്കിൽ രാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അതേ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ എന്റെ യേശു കർത്താവ് തനിക്ക് വേണ്ടി ഓടിയതിനും അധ്വാനിച്ചതിനും നിനക്കൊരു പ്രതിഫലം ഇവിടെ മാത്രമല്ല അവിടെയും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം സ്തോത്രം. 3 നിലകളിൽ നാം ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് അതെ ഈ ന്യായവിധി നടക്കുന്നത്. 3 വസ്തുക്കൾക്ക് മുമ്പിലാണ് ഈ ന്യായവിധി നടക്കുന്നത്. 1, നാം പറഞ്ഞ ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി 12:36 നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി. ഓർത്തോണേ, നമ്മൾ പറഞ്ഞു വിടുന്ന വാക്കുകളൊക്കെ ഒന്ന് ഓർത്തോണേ. സഭായോഗത്തിനായാലും കമ്മിറ്റി കൂടുമ്പോഴായൊക്കെയും നമ്മൾ പറഞ്ഞു വിടുന്ന വാക്കൊക്കെ അവിടെ രജിസ്റ്റേർഡാ കേട്ടോ. ഞാൻ മറന്നുപോയാലും നിങ്ങൾ മറന്നുപോയാലും അത് അവിടെ രജിസ്റ്റേർഡാ. ആമേൻ പറയട്ടെ, ചില വർഷങ്ങൾക്ക് പിറകില് ഞാൻ നേരിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം. അമേരിക്കൻ പ്രസിഡന്റായി അന്ന് സ്ഥാനമേൽക്കുവാൻ അതേ ബരാക് ഒബാമ മുൻപോട്ട് വരുന്നു. അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് അതേ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ആ സത്യവാചകം ഇങ്ങനെയായിരുന്നു, ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ്ഷിപ്പ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ അതേ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം, അതിന്റെ ചുമതല ഞാൻ വിശ്വസ്തയോടെ നിറവേറ്റി കൊള്ളാം എന്ന് താൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ അതിനുപയോഗിച്ച ഇംഗ്ലീഷ് പ്രയോഗം ഇങ്ങനെയാണ്, ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ്ഷിപ്പ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന ഒബാമ പറഞ്ഞു പിടിപ്പിച്ച് എന്തെന്നറിയാമോ? ഐ വിൽ എക്സിക്യൂട്ട് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്ഷിപ്പ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫെയ്ത്ത്ഫുള്ളി. ആ ഫെയ്ത്ത്ഫുള്ളി ഏറ്റവും ഒടുവിലാ പറഞ്ഞത്. ഞാൻ നേരിട്ട് കണ്ടത് മനസ്സിലാക്കിയ കാര്യം പറയാം. ആ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിലൊട്ടും തൃപ്തരായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ അടുത്ത ഒരു വേദി ഒരുക്കിക്കൊണ്ട് ഇതേ ഒബാമയെ അവിടെ വിളിച്ചു വരുത്തി താൻ തെറ്റിച്ച് അതേ ഭാഗം തിരുത്തിക്കൊണ്ട് അതെ ആ സത്യവാചകം ചൊല്ലി പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഐ വിൽ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയായിരുന്നു. അങ്ങനെയല്ല, ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ഒരു വാക്കിൽ പിഴച്ചാൽ അതിന് പ്രായച്ചിത്തമായി മറ്റൊന്ന് ചെയ്യിക്കുമെങ്കിൽ ഉയരത്തിലെ അധിപന്, നമ്മുടെ ഉടയവനായവന് നാം പറഞ്ഞു കൂട്ടുന്ന ഓരോ വാക്കിനും അതേ തക്ക കണക്ക് കൊടുക്കേണ്ടവരാ. നിസ്സാരമെന്ന് കരുതുന്ന വാക്കിന് പോലും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ.
രണ്ട്, ഈ ന്യായാസനത്തിൽ നടക്കുന്ന ന്യായവിധിയെങ്കിൽ രണ്ടാമത് നാം കണക്ക് കൊടുക്കേണ്ടത് നമ്മുടെ സഹോദരന്മാരുമായുള്ള ഡീലാണ്. ആമേ, റോമാലേഖനം 14-12 വാക്യങ്ങൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വേദനയോടുകൂടെ അതേ റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നു, സ്നേഹിത, നിനക്കെങ്ങനെ സഹോദരനെ വിധിപ്പാൻ കഴിയും? നിനക്ക് സഹോദരനെ വിധിപ്പാൻ എങ്ങനെ കഴിയും? നിനക്കതിന് അധികാരം തന്നിട്ടുണ്ടോ? കാരണം നീ ഓർക്കണം, നാം ഒക്കെയും ഒരു ദിവസം ദൈവത്തിന്റെ ന്യായാസന മുൻപാകെ കണക്ക് പറയേണ്ടവരാണ്. സഹോദരനെ വിധിപ്പാൻ നമുക്ക് അധികാരമില്ല. അതെ, ഒരുപക്ഷെ കഴിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കാം, സ്റ്റാറ്റസ് കുറഞ്ഞ വ്യക്തിയായിരിക്കാം, സമ്പത്ത് കുറഞ്ഞ വ്യക്തിയായിരിക്കാം, അതേ കുടുംബശ്രേഷ്ഠത വേണ്ടതുപോലെ ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. ദൈവത്തിന്റെ പൈതലെ, യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത് പ്രാപിച്ച സകല ദൈവമക്കളും ദൈവദൃഷ്ടിയിൽ ഒന്നത്രേ രണ്ടെന്നുള്ള ചിന്താഗതിയും വിവേചനപരമായ സമീപനവും അത് പാപമാണ്. ഒരുവനെയും വിധിപ്പാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. വിധി കൽപ്പിക്കുവാൻ അധികാരം പ്രാപിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ, എന്റെ യേശു മാത്രം. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. മൂന്ന്, ഈ ന്യായാസനം വെച്ച് നടക്കുന്ന ന്യായവിധിയെങ്കിൽ മൂന്നാമത് നാം ചെയ്ത പ്രവൃത്തികളൊക്കെ അതേ പൊന്നുകൊണ്ടുള്ളതാണെങ്കിൽ അതിൻ്റെതായ നിലയിൽ, വെള്ളി കൊണ്ടുള്ളതാണെങ്കിൽ അതിൻ്റെതായ നിലയിൽ. 1 കൊരിന്ത്യർ 3:11 മുതൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, നാം എന്തുകൊണ്ട് പണിതെടുത്തോ, എന്തുകൊണ്ട് ചെയ്തെടുത്തോ, ഒടുവിൽ തീങ്കൽ അത് ശോധന ചെയ്യപ്പെടും, തീങ്കൽ അത് വെളിപ്പെട്ടു വരും. ദൈവവൈതലെ, നിനക്കൊരു പക്ഷേ പണമില്ലായിരിക്കാം വേലയ്ക്ക് കൊടുക്കാൻ, ഒരുപക്ഷെ കോഴിമുട്ടയായിരിക്കും നീ കൊണ്ടുകൊടുത്തത്, അല്ലെ പിടിയേരി ആയിരിക്കും നീ കൊണ്ടുകൊടുത്തത്, നീ വൈക്കോലായിരിക്കും നീ കൊണ്ടുകൊടുത്തത്. സമ്പത്തുള്ളവർ പൊന്നുകൊണ്ടവർ പണിതെന്ന് വരും, വെള്ളി കൊണ്ട് പണിതെന്ന് വരും. നീ കൊണ്ട് കൊടുക്കുന്ന 100 രൂപയായിരിക്കും, അല്ലെ 10 രൂപയായിരിക്കും. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, 2 ആശിട്ട വിധവയെ മറക്കാത്ത എന്റെ കർത്താവ്, നീ ഇടുന്ന സംഖ്യയുടെ വലിപ്പമല്ല അവൻ നോക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ നിലയാ നോക്കുന്നത്. ആ ഇല്ലായ്മയുടെ നടുവിലല്ലേ നീ കൊണ്ടുവന്ന് നീ അർപ്പിക്കുന്നത്. ആമേ, എന്റെ നോട്ടത്തിൽ അത് കോഴിമുട്ട എന്ന് പറഞ്ഞ് എനിക്ക് തള്ളാം, അല്ലെ പിടികരി എന്ന് പറഞ്ഞ് തള്ളാം. ഇല്ല, തള്ളാൻ പാടില്ല. ഒരു ന്യായവിധി വരുന്നുണ്ട്. ആ തീങ്കൽ നാം ചെയ്ത സകല പ്രവൃത്തികളും അത് ശോധന ചെയ്യപ്പെടും, അത് വെളിപ്പെട്ടു വരും. സ്തോത്രം. നമ്മൾ പ്രവർത്തിച്ച സകല പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ പ്രതിഫലം നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യം കൂടെ, ഈ സുവിശേഷ നിമിത്തം ആര് കഷ്ടം സഹിച്ചിട്ടുണ്ടോ അതിനുള്ള പ്രതിഫലവും അതേ നൽകേണ്ടതിന് വേണ്ടിയാണ് ഈ ന്യായാസനം കർത്താവ് വച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി വന്ന സമയം വളരെ എതിർപ്പുകൾ എൻ്റെ ഭവനത്തിൽ നിന്ന് സഹിക്കേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ അതെ എനിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് വരെയും എനിക്കുള്ളവർ പറഞ്ഞു പരത്തി, നിനക്കിറങ്ങിപ്പോടാ, നിന്റെ വഴിക്ക് പോ, ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം വരുത്തി, തറവാടിന് നാണക്കേട് വരുത്തി, നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. കാരണം അവരാഗ്രഹിച്ച് വളർത്തിക്കൊണ്ട് വന്നത് എന്നെ ഒരു വൈദികനായി കാണുവാൻ വേണ്ടിയാ. 21 വട്ടുള്ള കുപ്പായമൊക്കെ ഇട്ട് ഒരു നടുക്കെട്ടുമൊക്കെ കെട്ടി അവനെ ഒരു വൈദികനായി കാണുവാൻ എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ച സ്ഥാനത്താണ് ഇട്ടിരുന്ന വസ്ത്രവും ഒരു വെള്ളയുടുപ്പ് ഒരു ട്രങ്കുമായി കറുത്ത ഒരു പുസ്തകവുമായി ഈ കർത്താവിന്റെ വിളി കേട്ട് ഞാൻ ഇറങ്ങി വന്നത്. എന്നോട് പറഞ്ഞു, നിനക്ക് ഇറങ്ങിപ്പോകാം, ഈ വീട്ടിൽ നിനക്ക് അവകാശമില്ല, മൂത്ത മകനെന്ന നിന്റെ സ്ഥാനം ഇതോടുകൂടി നഷ്ടമായി എന്ന് വരെയും എന്നെ കേൾക്ക പറഞ്ഞ സ്ഥാനത്ത് ഞാനൊന്ന് പറയട്ടെ, ഒരു ദിവസം വൈകിട്ട് എൻ്റെ വീട്ടിൽ നടക്കാനായി ഞാനൊന്ന് ഇറങ്ങി വരികയാണ്. ഞങ്ങളുടെ വീടിന് സമീപത്തൊരു കനാല്, അതിന്റെ സൈഡിലുള്ള വഴിയെ കൂടെ നടക്കാനായി ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ അയൽവകത്തുള്ള ഒരു വീട്, ആ വീട്ടിലെ ഒരു മകള്, അവൾ എന്നെ കണ്ടു. അവൾ 6 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു മോളാണ്. അവിടെ ഒരു കൊച്ചു ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, അതേ ഒരു കൊച്ചു ഉടുപ്പിട്ടിട്ടുണ്ട്. എന്നെ ദൂരവേ കണ്ട മാത്രയിൽ അവൾ വീട്ടിൽ നിന്ന് ചാടി അതേ സ്റ്റെപ്പ് ഇറങ്ങി എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, രായിച്ചാന് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, ആമേ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു, മോളെ എന്ത് ചെയ്യാം, ആമേ ഇതൊക്കെ സഹിക്കാൻ ഇറങ്ങിയതാ, അതുകൊണ്ട് സഹിക്കുക തന്നെയാ. ആ മോള് പറഞ്ഞൊരു വാചകം ഞാൻ ഒരിക്കലും മറക്കില്ല.
തുറക്കുകയില്ല. അവൾ ഇന്ന് ഉന്നതമായ നിലയിൽ അമേരിക്കയിൽ ഉണ്ട് എങ്കിലും ആ 6 വയസ്സ് പ്രായമുള്ള മോൾ എന്നോട് അന്ന് പറഞ്ഞൊരു വാചകം, അവൾ പറഞ്ഞ എങ്ങനെയാണ്, രായിച്ചാൻ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന ഓരോ കഷ്ടതയ്ക്കും പ്രതിഫലമുണ്ട്. രായിച്ചാന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന കിരീടത്തിൽ ഓരോ മുത്ത് വർദ്ധിക്കുകയാണ്, ഓരോ മുത്ത് വർദ്ധിക്കുകയാണ്. 6 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൽ നിന്ന് ഞാൻ കേട്ട ദൂത, ഓരോ മുത്ത് വർദ്ധിക്കുക. നീ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും ഓരോ കഷ്ടതയ്ക്കും ത്യാഗത്തിനും പട്ടിണിക്കും പരിവട്ടത്തിനും ദൈവവൈതലേ നിനക്ക് വേണ്ടി ഒരുക്കുന്ന കിരീടത്തില് ഓരോ മുത്ത് വർദ്ധിക്കുക. വിശ്വസിക്കുന്നവർ കരമെന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തോത്രം. അന്നാളിൽ അവൻ ആ പ്രതിഫലം നമുക്ക് നൽകുന്നത് കിരീടങ്ങളായിട്ടാണ് പ്രതിഫലം നൽകുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള കിരീടങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി പ്രസംഗിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. ആമേ, അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കിരീടമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത് ആ നിലയിൽ ജീവൻ അതേ തൃണവൽ ഗണിച്ചവർക്കും അതേ കർത്താവ് മറന്നു കളയാതെ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിന്റെ പേരാണ് ജീവന്റെ കിരീടം. വെളിപ്പാട് 2:10 യാക്കോബ് 1:12 നാം വായിക്കുന്നു, ജീവന്റെ കിരീടം. പ്രിയമുള്ളവരെ, നമ്മളിവിടെ എന്ത് ചെയ്താലും, നമ്മുടെ ഭാരത അതേ ഗവൺമെന്റ് വേണ്ടി അത്യുത്വാനം ചെയ്താലും, നമ്മുടെ ദാൻചാനെ പോലെയുള്ള പ്രിയപ്പെട്ടവര് ഒരു കാലയളവിൽ ഇന്ത്യ ഗവൺമെന്റിനെ സെർവ് ചെയ്ത അതേ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. സ്തോത്രം. ഇവിടെ ആമേ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും പോകട്ടെ, രാജ്യത്തിന് വേണ്ടി നീ വീരമൃത്യു മരിച്ചാലും ആമേ ഒരുപക്ഷെ നിന്റെ പേര് ആ ഇന്ത്യ ഗേറ്റില് അതേ മുദ്രണം ചെയ്തിരിക്കാം, അവിടെ കൊത്തിവെച്ചിരിക്കാം നിന്റെ പേര്. എന്നാൽ ചില കാലങ്ങൾ കഴിയുമ്പോൾ ആ പേര് മാഞ്ഞു പോകും. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുള്ളവർ, സുവിശേഷത്തിന് വേണ്ടി രക്തം ഒഴുക്കിയിട്ടുള്ളവർ, സുവിശേഷത്തിന് വേണ്ടി അതേ രക്തസാക്ഷികളായവർ, അവർക്ക് കർത്താവ് നൽകുവാൻ പോകുന്ന കിരീടം അത് വാടുന്ന കിരീടമല്ല, ശോഭ മങ്ങിയ കിരീടമല്ല, തേജസ്സേറിയ കിരീടം. ആ കിരീടത്തിന്റെ പേരാണ് ജീവകിരീടം. ജീവകിരീടം. ആമേ. ഒന്നാമത്തെ ന്യായവിധി അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി, അത് ദൈവിക ന്യായാസനത്തിൽ വെച്ച് മധ്യാകാശം വെച്ച് നടത്തുന്ന ന്യായവിധി. രണ്ടാമത്തെ ന്യായവിധിയിലേക്ക് ഞാൻ വേഗം കടന്നു വരട്ടെ, സമയത്തിൽ തന്നെ. ആമേ, ദൂത് അവസാനിപ്പിക്കണമല്ലോ. രണ്ടാമത്തെ ന്യായവിധിയാണ് ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധി. ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധി അതെവിടെ വെച്ച് നടക്കുന്നു? യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് നടക്കുന്നു. എവിടെയാണ് യഹോശാഫാത്ത് താഴ്വര? യെരുശലേമിൽ നിന്ന് വന്നാൽ 3 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റപ്പെട്ട സ്ഥലമാണ്. എപ്പോഴും യുദ്ധവും യുദ്ധഭേരിയും മുഴങ്ങി നിൽക്കുന്ന അതേ ഒരു താഴ്വരയാണ് യഹോശാഫാത്ത് താഴ്വര. ആ യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യോവേൽ കൂടി പ്രകാരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 2-12 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, സകല ജാതികളുമായുള്ളവരെ നിങ്ങൾ യഹോശാഫാത്ത് താഴ്വരയിൽ കൂടി വരുവീ. സകല ജാതികളെ അന്നാളിൽ എന്റെ ദൈവം യഹോശാഫാത്ത് താഴ്വരയിൽ കൂട്ടിവരുത്തും. അങ്ങനെ യഹോശാഫാത്ത് താഴ്വരയിൽ ഒരു ന്യായവിധി നടക്കും. ആ ന്യായവിധിയെ കുറിച്ച് അത്രേ മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മത്തായി സുവിശേഷം 25-31 മുതലുള്ള ചില വാക്യം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. മതി. രണ്ടാമത്തെ ന്യായവിധി നടക്കുന്ന ഇടമാണ് തേജസ്സിന്റെ സിംഹാസനം. ത്രോൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ സിംഹാസനം. മുമ്പേ നമ്മൾ കണ്ടു ക്രിസ്തുവിന്റെ ന്യായാസനം, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് ത്രോണല്ല, അത് ഭീമയാണ്, ഉയർന്ന ഒരു സ്ഥാനമാണ്. എന്നാൽ യഹോശാഫാത്ത് താഴ്വരയിൽ കർത്താവ് ന്യായം വിധിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ അവൻ ഇരിക്കുന്ന ഇടം ഒരു സിംഹാസനമാണ്. എന്തുകൊണ്ടാണ് സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത്? ഇപ്പോൾ അവൻ ഇറങ്ങി വന്നിരിക്കുന്നത് കേവലം മണവാളനായിട്ടല്ല, കേവലം ഒരു ന്യായാധിപനായിട്ടുമല്ല, അവൻ രാജാവായി ഇറങ്ങി വന്നിരിക്കുക. അതുകൊണ്ടാണ് അവൻ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ന്യായം വിധിക്കുന്നത്. സ്തോത്രം. ഇത് എപ്പോൾ സംഭവിക്കുന്നു? യേശു കർത്താവ്
മടങ്ങി വന്നു. ഇവിടെ ആയിരിക്കുന്ന സഭ കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. 7 വർഷത്തിലെ മഹോദ്രവം ഇവിടെ നടക്കുമ്പോൾ ആ മഹോദ്രവത്തിന്റെ ഒടുവിലായി നടക്കുവാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അതാണ് അർമ്മഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം ആ വലിയ യുദ്ധത്തിന് നാന്ദിയായിട്ടാണ് നിലകൊള്ളുന്നത്. അർമ്മഗദോൻ യുദ്ധം. അതുകൊണ്ടാണ് കർത്താവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ഈ യുദ്ധങ്ങളെ യുദ്ധസ്തുതികളെയും ഒക്കെ അതേക്കുറിച്ച് കേൾക്കുമ്പോൾ അലമുറയിട്ട് കരയാത്തത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ മിത്രങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, നമ്മുടെ മിത്രങ്ങൾ അനേകർ മരിച്ചു മാറ്റപ്പെടുന്നു, അനേക കുഞ്ഞുങ്ങൾ അതേ മരണത്തിന് വിധേയരായി മാറുന്നു. നമുക്ക് വേദനയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, എങ്കിലും നമ്മൾ അലമുറയിടുന്നില്ല. എന്താ അലമുറയിടയാത്ത? നമുക്കറിയാം ഇങ്ങനെയൊന്ന് സംഭവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ കർത്താവ് മടങ്ങി വരികയുള്ളൂ. അവൻ മടങ്ങി വന്ന് കഴിഞ്ഞാൽ 7 വർഷത്തെ മഹാപീഡന കാലത്തിന്റെ ഒടുവിൽ നടക്കേണ്ട ഒരു യുദ്ധമുണ്ട്. അതത്രേ അർമ്മഗദോൻ യുദ്ധം. ദൈവത്തിന് സ്തോത്രം. അർമ്മഗദോൻ യുദ്ധത്തിന്റെ അവസാനത്തെങ്കിലും 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തെങ്കിലും കർത്താവ് വയ്ക്കുന്ന സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. അത് യഹോശാഫാത്ത് താഴ്വരയിലാണ് വയ്ക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയ? ഈ ന്യായവിധി ആർക്കു വേണ്ടിയ? സർവ്വജാതികളെയും അവൻ അവിടെ ഒരുമിച്ച് കൂട്ടും. യെരൂശലേമിന് നേരെ പൊരുതുന്ന സർവ്വജാതികളെയും എൻ്റെ കർത്താവ് അന്നാളിൽ യഹോശാഫാത്ത് താഴ്വരയെങ്കിൽ അവൻ അവിടെ കൂട്ടും. വായിച്ചു കേട്ടല്ലോ. അവൻ ഒരിടയന് ആടുകളെ വേർതിരിക്കുന്നത് പോലെ ഈ ജാതികളെ അന്നാൾ അവൻ 2ആയി വേർതിരിക്കും. ഒരിടയൻ ആടുകളെ വേർതിരിക്കുന്ന പോലെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിടയനാടുകളെ നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ അങ്ങനെ വേർതിരിക്കാറുണ്ടോ? ചെമ്മരിയാടിനെ ഒരു ഭാഗത്തും കോലാടിനെ മറ്റൊരു ഭാഗത്തും നമ്മൾ അങ്ങനെ വേർതിരിക്കുന്ന ഒരു പതിവില്ല. പക്ഷെ പലസ്തീനില് പ്രത്യേകിച്ച് ഇടയന്മാര് അതേ ആടുകൾ പകൽ സമയത്ത് പുല്ലുമേഞ്ഞ് അതേ വൈകിട്ട് അതിന്റെ കൂട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടയിൽ നിന്നുകൊണ്ട് ഈ ആട്ടിൻ പറ്റത്തെ 2ആയി വേർതിരിക്കും. ആമേ, ചെമ്മരിയാട് ഒരു വിഭാഗം, കോലാട് മറ്റൊരു വിഭാഗം. എന്തിനാ ഇങ്ങനെ പിരിക്കുന്നത്? രാത്രി സമയത്ത് തുറന്നുള്ള സ്ഥലത്ത് തണുപ്പ് സഹിച്ച് കഴിയുവാൻ ഈ കോലാടിന് ശക്തിയില്ല, ചെമ്മരിയാടിന് മാത്രമേ ശക്തിയുള്ളൂ. അങ്ങനെയുള്ള ചെമ്മരിയാടിനെ ഈ കൂട്ടിൽ നിന്ന് പുറത്ത് കിടത്തുവാൻ, തണുപ്പ് സഹിച്ച് പുറത്ത് കിടത്തേണ്ടതിന് വേണ്ടി ചെമ്മരിയാടിനെ വേർതിരിച്ച് അങ്ങനെ മാറ്റുമ്പോൾ തണുപ്പ് വേണ്ടത്ര സഹിപ്പാൻ പ്രാപ്തിയില്ലാത്ത കോലാടുകളെ അവൻ അതേ കൂട്ടിനകത്തേക്ക് ചേർക്കുന്നു. എന്നതുപോലെ ഇതാ രാജാതി രാജാവും കർത്താവുമായവൻ സകല ജാതികളെയും 2ആയി വേർതിരിക്കുന്നു. ചെമ്മരിയാടിൻ വിഭാഗമെന്നും കോലാടിൻ വിഭാഗമെന്നും. ചെമ്മരിയാടിൻ വിഭാഗത്തെ തന്റെ വലത്തും കോലാടിൻ വിഭാഗത്തെ തന്റെ ഇടത്തുമായി നിർത്തുകയാണ്. സ്തോത്രം. എന്നിട്ട് ഈ വലത്തുള്ളവരോട് അവൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളി. എത്ര വലിയ മുഴക്കത്തിൽ! ആമേ, ജാതികൾ കേൾക്കത്തക്ക നിലയിൽ, അവൾ ഹൃദയം തുടിക്കത്തക്ക നിലയിൽ, നിൽക്കുന്ന നിൽപ്പിൽ നൃത്തം ചെയ്യത്തക്ക നില കേൾക്കുന്ന ശബ്ദമാ എന്റെ പിതാവിനോ അനുഗ്രഹിക്കപ്പെട്ടവരെ. അതുകൊണ്ട് അവൻ ന്യായാധിപനായി കർത്താവ് വെളിപ്പെട്ടു വരുമ്പോൾ വെളിപ്പാട് 1:13 മുതൽ നമ്മൾ പഠിച്ചാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ഒരു യേശു കർത്താവ് അല്ല അന്ന് വെളിപ്പെടാൻ പോകുന്നത്. അന്ന് വെളിപ്പെടാൻ പോകുന്ന യേശു കർത്താവ് അവൻ ന്യായാധിപനാകയാൽ അവന്റെ തല അതേ വെണ്മയും ഹിമവും ചേർന്ന് പഞ്ഞി പോലെ വെണ്മയായ അവന്റെ തലയും തലമുടയും, അവന്റെ കണ്ണുകളോ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകള്, അവന്റെ കാൽപാദമോ ഉലകെ ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ട് സദൃശമായ കാൽപാദങ്ങൾ. അടുത്തത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. 4 ദിക്കും മുഴങ്ങിക്കേൾക്കുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. ഈ ശബ്ദത്തോടു കൂടിയാണ് സർവ്വലോകം നടുങ്ങത്തക്ക നിലയിൽ, അതേ 4 കോണും ഇളകത്തക്ക നിലയിൽ അവൻ വിളിച്ചു പറയുന്നു: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. സ്തോത്രം.
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എന്തുകൊണ്ട് എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് ഇവരെ നോക്കി പറയുന്നത്? അതിന്റെ കാരണം താഴെ പറയുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായി, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ രോഗിയായി, നിങ്ങൾ അവിടെയും എന്നെ വന്നു കണ്ടു. ശ്രദ്ധിക്കണേ, രോഗിയായി കിടക്കുന്നവർ ഒന്ന് പോയി കാണുന്നതിനും പ്രതിഫലമുണ്ട് കേട്ടോ. നമുക്ക് മടിയുള്ളൊരു കാര്യമാണ്. രോഗികളായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനും സമയമില്ല. പിന്നെ മരിച്ചെന്നറിഞ്ഞാൽ വേണമെങ്കിൽ വീട്ടുകാരെന്തോ പറയുമെന്ന് വെച്ചുകൊണ്ട് അന്നേരം ഒന്ന് പോയി തല കാണിച്ച് അതെ ആ വീട്ടുകാരെയൊക്കെ ഒന്ന് നോക്കിക്കണ്ട് നമ്മളങ്ങ് പോകും. അതാ ചെയ്യുന്നത്. പക്ഷേ ഓർത്തോണം, നമ്മുടെ സഹോദരൻ ഒരാ രോഗിയായി ആശുപത്രി കിടക്കുന്നറിഞ്ഞാൽ ദൈവത്തിന്റെ വൈതലെ ഓടിപ്പറ്റാൻ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് പോയി അവരെ കാണുന്നതിനും പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് പറയുന്നു, രോഗിയായി ഞാൻ കിടന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ആശ്വസിപ്പിച്ചു. കേട്ടുനിന്ന ഈ ചെമ്മരിയാടിൻ വിഭാഗം ജാതികൾ പറയുക, കർത്താവേ, ഞങ്ങൾ എന്നാ നിന്നെ അതെ രോഗിയായി കണ്ടത്? എന്നാ നിന്നെ നിനക്ക് വിശന്നിട്ട് ഞങ്ങൾ ആഹാരം കൊണ്ട് തന്നത്? എന്നാ നിനക്ക് ദാഹിച്ച് ഞാൻ കുടിപ്പാൻ തന്നത്? കർത്താവ് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. എൻ്റെ ഈ സഹോദരന്മാരിൽ അതെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. നിങ്ങൾ എൻ്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. ഓർത്തോണേ, നാം ചെയ്യുന്ന നമ്മുടെ സഹോദരന് വേണ്ടിയാ. പക്ഷെ അത് ആർക്ക് വേണ്ടിയാ? അർത്ഥാൽ നാം ചെയ്യുന്നത് നമ്മുടെ കർത്താവിന് വേണ്ടിയാ. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? ഒരു മനുഷ്യന് വേണ്ടി ചെയ്താലും നീ ചെയ്യുന്ന കർത്താവിന് വേണ്ടിയാ. സ്തോത്രം, ആമേൻ. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരും നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. ആരായി ചെറിയ സഹോദരന്മാർ? ആമ എപ്പോഴാണ് ഇവരിങ്ങനെ ചെയ്തത്? പറയട്ടെ, മഹാപീഡന കാലത്ത് അന്ന് യഹൂദന്മാർ തീവ്രമായ പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അന്ന് അവരെ സഹായിപ്പാനായി കുറെ ജാതികൾ അടുത്തുകൂടും. അവർക്ക് വേണ്ട ആഹാരം എത്തിച്ചു കൊടുത്ത്, പാനീയം എത്തിച്ചു കൊടുത്ത്, വൈദ്യം എത്തിച്ചു കൊടുത്ത്, അങ്ങനെ കുറെ ജാതികളായ ആളുകൾ അന്ന് മഹാപീഡന കാലത്തുണ്ടാകും. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവമക്കളെ കുറിച്ചല്ല, മറിച്ച് അന്നൊരു കൂട്ടര് ഈ യഹൂദന്മാര് ഈ ശോധനയിൽ കൂടെ കടന്നു പോകുന്ന യഹൂദന്മാർക്ക് വേണ്ട ആതുര സേവനങ്ങളും വേണ്ട ശുശ്രൂഷയും ചെയ്യുമ്പോൾ അതിനെ പോലും മറന്നു കളയാത്ത എൻ്റെ ദൈവം അതിന് പ്രതിഫലം കൊടുക്കാനായിട്ടാണ് ഈ അതേ ന്യായാസനം വെച്ചിരിക്കുന്നത്, സിംഹാസനം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നോക്കി പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. എന്നാൽ ഇടത്തുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന ശബ്ദമൊന്ന് കേൾക്കണമേ, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുവിൻ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. സ്തോത്രം. ഇടത്തുള്ള കോലാട്ടിൻ വിഭാഗം അവരോട് പറയുന്നു, ശപിക്കപ്പെട്ടവരെ. കാരണം എന്താ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ ഉടിപ്പാൻ തന്നില്ല. എനിക്ക് അതെ ഞാൻ രോഗിയായി, നിങ്ങൾ വന്നു കണ്ടില്ല. അപ്പൊ അവർ ചോദിച്ചു, അത് എപ്പോഴാ കർത്താവേ? കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരില് ആമേ ഒരുവന് നിങ്ങൾ എന്ത് ചെയ്യാതിരുന്നോ അത് നിങ്ങൾ എനിക്കും ചെയ്തിട്ടില്ല. ആകയാൽ നിങ്ങൾ ആര്? ശപിക്കപ്പെട്ടവരെ. സ്തോത്രം. അങ്ങനെ ഒരു കൂട്ട് നിത്യജീവങ്കിലേക്കും മറ്റൊരു കൂട്ട് നിത്യ ദണ്ഡനത്തിലേക്ക് മാറ്റപ്പെടും. ഈ രാത്രി ഒരു സുവിശേഷ ദൂത് ഞാൻ വിളിച്ച് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കട്ടെ. എന്തെന്നറിയാമോ സ്നേഹിത? ഈ രാത്രി ഈ സുവിശേഷ വചനം, ജീവനുള്ള വചനം, എന്നേക്ക് നിൽക്കുന്ന വചനം, ആ ഈടിട്ട വചനം നിന്റെ കർണപുടങ്ങളില് അത് ഇട്ടിനാദം പോലെ, കമ്പിനാദം പോലെ മുഴങ്ങുമ്പോൾ ഓർത്തോ, നിന്റെ ന്യായവിധി അവിടം കൊണ്ട് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ദൂത് ഏറ്റെടുത്താൽ, ഈ ദൂത് നീ അനുസരിച്ചാൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിച്ചാൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പുണ്യ തീർത്ഥാടനവും നടത്തേണ്ട കാര്യമില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിനെ രക്ഷകനും ആമേ കർത്താവുമായി സ്വീകരിച്ചാൽ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കി ഇരിക്കുന്ന ഇടമാണ് നിത്യജീവൻ എന്ന് പറയുന്ന നിത്യജീവനിലേക്ക് നിന്നെ ഇതാ ഇന്ന് രാത്രി കൈപിടിച്ചു കൊണ്ടുപോകും. എന്നാൽ ഈ സുവിശേഷ വചനത്തെ നീ ഉള്ളുകൊണ്ട് തള്ളുകയും നീ വെറുക്കുകയും ചെയ്താൽ ഓർത്തോണേ, ഒരു ദണ്ഡനമുണ്ട്, നിത്യദണ്ഡനം.
സ്തോത്രം. ആയതിലേക്കാണ് എൻ്റെ ഒടുവിലത്തെ ദൂതന്റെ ഒടുവിലത്തെ ഭാഗം കയറി വരുന്നത്. മൂന്നാമത്തെ ന്യായവിധി അത് നടക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത്. ആമേ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് 20-11 മുതൽ ഒന്ന് വായിച്ചു. അവൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നദ്ധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ. മതി, വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് ആ ഭാഗം അവിടെ നിർത്തുന്നു. മൂന്നാമത്തെ ന്യായവിധി നടക്കുന്ന ഇടം അത് സ്വർഗീയ മണ്ഡലത്തിൽ. ആ ന്യായവിധി നടത്തുന്ന ആ ന്യായാസനത്തിന്റെ പേര് ആമേൻ വിശുദ്ധ സിംഹാസനം. ആമേ. സ്തോത്രം. സ്വർഗാദി സ്വർഗങ്ങളിൽ വെച്ച് കർത്താവ് നടത്തുന്ന ആ സിംഹാസനം വൈറ്റ് ത്രോൺ, വെള്ള സിംഹാസനം. ആ വെള്ള സിംഹാസനത്തിങ്കിൽ സകല ദുഷ്ടന്മാരെയും അവൻ അവിടേക്ക് ക്ഷണിക്കും. ആരാ ദുഷ്ടന്മാര്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല ദുഷ്ടന്മാരെയും അന്നാളിൽ ആ വെള്ള സിംഹാസന മുമ്പിൽ എന്റെ കർത്താവ് വിളിച്ചു കൂട്ടും. സ്തോത്രം. അപ്പോൾ വരുന്ന ഒരു ചോദ്യം, മരിച്ചു മൺമറഞ്ഞു പോയവരോ? മരിച്ചു മൺമറഞ്ഞു പോയവർ കയ്യിൽ മുതൽ ഇന്ന് വരെ മരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമുദ്രത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആകാശത്ത് വെച്ച് സ്ഫോടനത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആകാശം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പാതാളത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പാതാളം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ മരിച്ചു പോയ സകല ദുഷ്ടന്മാരും ആബാലവൃത്തം, കുഞ്ഞു മുതൽ വൃദ്ധൻ വരെ, കുഞ്ഞു മുതൽ വലിയവൻ വരെ, അങ്ങനെ മരിച്ചു മൺമറഞ്ഞ സകല ജനവും ആബാലവൃത്തം വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വന്നു നിൽക്കും. സ്തോത്രം. അടുത്ത ശ്രദ്ധിക്കണം, ജീവപുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്ന് കർത്താവ് പരിശോധിച്ചു നോക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇന്ന് രാത്രി ഈ പരിസരവാസികളോടും ദേശവാസികളോടും അടൂര നിവാസികളോടും ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ഒരു ദൂതുണ്ടെന്ന്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതാണ് മഹാന്യായവിധി. ഇതാണ് ദൈവത്തിന്റെ ഘോര ന്യായവിധി, തീയാലുള്ള ന്യായവിധി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുക. എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ സർക്കാർ വക വെള്ളം വാങ്ങി കുടിക്കുന്ന നമ്മുടെ പേര് വാട്ടർ അതോറിറ്റിയിലുണ്ട്. ആമേ. വസ്തു സ്വന്തമായി കൈവശം വെച്ചിരിക്കുന്നവരുടെ പേര് അത് വില്ലേജിലുണ്ട്. വീടിന് കരമടയ്ക്കുന്നവരുടെ പേര് അത് പഞ്ചായത്തിലുണ്ട്. വോട്ടേഴ്സ്, അധികാരമുള്ള വോട്ടേഴ്സ് ഐ ഡി ലഭിച്ചിട്ടുള്ള പേര് താലൂക്ക് ഓഫീസിലുണ്ട്. ഇവിടെ എല്ലാ രജിസ്റ്റർ ബുക്കിൽ നമ്മുടെ പേരും. ഇനി ഇന്നത്തെ കമ്പ്യൂട്ടർ സംവിധാനം പറയണ്ടല്ലോ. കമ്പ്യൂട്ടറിൽ ലോകത്തിന്റെ എവിടെ ചെന്ന് വർഗീസ് എന്ന് നടിക്കുമ്പോഴേ വർഗീസ് വന്നു, 100 വർഗീസ് വന്നു. അതിൻ്റെ കൂടെ ബി കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ പേരും ഫോട്ടോയും അവിടെ വന്നു. അമേരിക്ക ചെന്നാലും എൻ്റെ പേര് കമ്പ്യൂട്ടറിൽ തെളിയും. ഇംഗ്ലണ്ടിൽ ചെന്നാലും എൻ്റെ പേര് കമ്പ്യൂട്ടറിൽ തെളിയും. കാര്യമെന്നറിയാമോ? എവിടെയൊക്കെയോ എൻ്റെ പേര് രജിസ്റ്റേർഡ് ആയി കിടപ്പുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിന് പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ അവിടെ എൻ്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ പേര് അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അപ്പൊ പേര് കമ്പ്യൂട്ടർ കയറി ഇറങ്ങി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഗുണം? അമേരിക്കയ്ക്ക് പോകാൻ വിസ ഉണ്ടെങ്കിൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകാം, ഇംഗ്ലണ്ടിൽ പോകാൻ വിസ ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ പോകാം. പക്ഷേ ഈ പുസ്തകങ്ങളിലോ കമ്പ്യൂട്ടറിലോ എൻ്റെ പേരുള്ളത് കൊണ്ട് സ്നേഹിത സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ലേ? ഈ രാത്രി വിളിച്ചു പറയട്ടെ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടാകണം. അതിൽ ഉറപ്പുവരുത്തണം. എപ്പോഴാ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവഭൈതലേ, നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇന്ന് രാത്രി ഹൃദയം കൊടുത്ത് യേശുവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ തകർന്ന ജീവിതത്തിന്റെ ഉടമയാണ്.
ഞാൻ ഒരിക്കലും നിത്യാഗ്നിയിലേക്ക് പോകേണ്ടവളല്ല. ഞാൻ ഒരിക്കലും നശിച്ച നരകത്തിലേക്ക് പോകേണ്ടവനല്ല. മറിച്ച് എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ അതേ ആ നിത്യതയിൽ എനിക്ക് ചെന്ന് ചേരണം. അവൻ്റെ സന്നിധിയിൽ എനിക്ക് ചെന്ന് ചേരണം. സ്വർഗീയ മഹിമയിൽ എനിക്ക് ചെന്ന് ചേരണം. എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്ന് അകത്തുറപ്പുള്ളവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി കർത്താവൊന്ന് കാണട്ടെ. ഒരു സ്തോത്രം നാവ് കൊണ്ടൊന്ന് ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ, ആമേ കർത്താവേ, കാലാകാലങ്ങളിലായി അങ്ങേ രക്ഷകനായി സ്വീകരിപ്പാൻ നീ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രമപ്പാ. സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. വാക്കൾക്ക് വിരാമം കുറിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. 3 നിലകളിലുള്ള ന്യായവിധി. ഒന്ന്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി. അത് മധ്യാകാശത്തിൽ വെച്ച്. എന്തിനാണ്? അവർ ചെയ്ത സകല പ്രവൃത്തികൾക്കും തക്ക പ്രതിഫലം കൊടുക്കുവാൻ. 2, ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്ന ന്യായവിധി. യഹോശഫാത്ത് താഴ്വരയെങ്കിൽ വെച്ച് നടക്കുന്ന ന്യായവിധി. 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് നടക്കുവാൻ പോകുന്ന ന്യായവിധി. അത് ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധി. 3, 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവില് പുതുവാന, പുതിയ ഭൂമി, പുതിയ യെരൂശലേം ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് കർത്താവ് സ്വർഗത്തിൽ വെക്കുന്ന അതേ സിംഹാസനമാണ് വെള്ള സിംഹാസനം. അവിടെ വെച്ച് നടക്കുന്ന ന്യായവിധിയാണ് സകല ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി. ആ ദുഷ്ടന്മാർ അന്ന് കരുണയ്ക്കായി അതേ കരഞ്ഞു വിളിച്ചാലും കരുണയില്ല. അവരെ വിധിച്ച് ന്യായവിധിയിലേക്ക് തള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്ന് ഹൃദയ കവാടത്തിൽ മുട്ടുന്ന ഈ യേശു ആരെന്നറിയാമോ? അവൻ കരുണാസമ്പന്നനാണ്. അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഒരു വാക്കിൽ നീ യേശുവിനെ രക്ഷകനെ കർത്താവുമായി സ്വീകരിക്കുമോ? നിന്റെ പാപക്കറകളെയെല്ലാം കഴുകി ശുദ്ധീകരിച്ച് നിന്നെ വെടിപ്പാക്കി ഒരു ദൈവമൈതലാക്കി തീർക്കുവാൻ ഇന്ന് രാത്രി യേശു നിന്റെ അടുക്കലുണ്ട്. ആരേശുവിന് വേണ്ടി ഹൃദയ കവാടം ഒന്ന് തുറന്നു കൊടുക്കും. ആരേശുവിന് വേണ്ടി ജീവിതത്തെ ഒന്ന് സമർപ്പിക്കും. കർത്താവിന്റെ മടങ്ങി വരവ് വാതിൽക്കലായി. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്ത് ഈ ലോകത്തിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനു മുമ്പ് കർത്താവ് മടങ്ങി വരും. അവന്റെ വരവെങ്കിൽ എനിക്ക് കാണപ്പെടണം, അവന്റെ വരവെങ്കിൽ എനിക്ക് ചേർക്കപ്പെടണമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. അതാത് സ്ഥാനത്ത് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യം അനുവദിക്കുന്നവർ ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? പ്രാർത്ഥിക്കുവാനായി പോകുക.